ബയോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബയോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു സുവോളജി ചാപ്റ്റർ ആണെന്ന് പറഞ്ഞു. ആ ലിവിംഗ് വേൾഡ് ആണ്. അതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിലെ മുൻ വീഡിയോ നമ്മുടെ ടാലന്റ് നെടുമങ്ങാട് യൂട്യൂബിനകത്ത് കാണും, സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാവർക്കും +1 ബയോളജി ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിവിംഗ് വേൾഡിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ബയോളജിക്കൽ കാറ്റഗറീസിനെ കുറിച്ച് പറഞ്ഞു. ബയോളജിക്കൽ കാറ്റഗറീസിന് ടെക്നിക്കലായിട്ട് വിളിച്ച പേരാണ് എന്താണ്? ടാക്സോൺ, ബഹുവചനം ടാക്സ. ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനകത്തുള്ള എല്ലാ ബയോളജിക്കൽ കാറ്റഗറിയെയും ടാക്സകളെ അല്ലെങ്കിൽ റാങ്കുകളെ അല്ലെങ്കിൽ സ്റ്റെപ്പുകളെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ടാക്സോണമിക് ഹൈറാർച്ചി എന്ന പേര് അറിയപ്പെടുന്നത്. അക്കോർഡിംഗ് ടു ലിനേഴ്സ് ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനകത്ത് 7 ടാക്സ ഉണ്ട് എന്ന് പറഞ്ഞു. അവയുടെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് എഴുതിയാൽ, അല്ലെ, ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ നമ്മൾ ആദ്യം കിങ്ഡത്തിനെ നമ്മൾ എന്തായാലും ഡിവൈഡ് ചെയ്തു. ഡിവിഷൻ ബോട്ടണിയിൽ, സുവോളജിയിൽ ഫൈലം, ഡിവിഷൻ ഓർ ഫൈലത്തെ ക്ലാസുകളായിട്ടും, ക്ലാസുകളെ ഓർഡറുകളായിട്ടും, ഓർഡറുകളെ ഫാമിലികളായിട്ടും, ഫാമിലികളെ ജീനസുകളായിട്ടും, ജീനസുകളെ സ്പീഷീസുകളാക്കി മാറ്റി. ഓക്കെ, മറക്കരുത്. നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്തത്? നമ്മൾ എന്തൊക്കെയായിട്ട് മാറ്റി? നമ്മൾ മാറ്റിയത് ഏതൊക്കെയാണ്? നമ്മൾ കിങ്ഡം ഈസ് ഡിവൈഡഡ് ഇൻടു എന്താണ്? കിങ്ഡം ഈസ് ഡിവൈഡഡ് ഇൻടു പറയണം. കിങ്ഡം ഈസ് ഡിവൈഡഡ് ഇൻടു ഫൈലം ഓർ ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. സ്പീഷീസ് ആണ് ഏറ്റവും താഴ്ന്ന ടാക്സോൺ എന്ന് പറഞ്ഞു. സ്പീഷീസുകൾ ചേർന്ന് ജീനസുകളാണ്. ജീനസുകൾ ചേർന്ന് എന്തായിട്ട് മാറും? ഫാമിലി ആയിട്ട് മാറുകയും ഫാമിലികൾ ചേർന്ന് എന്തായിട്ട് മാറുകയും ചെയ്യും? ഫാമിലികൾ ചേർന്ന് ഓർഡർ, ഓർഡറുകൾ ചേർന്ന് ക്ലാസ്, ക്ലാസുകൾ ചേർന്ന് ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ, ഡിവിഷനുകൾ ചേർന്ന് എന്തായിട്ട് മാറി? കിങ്ഡമായിട്ട് മാറുന്നത് നമ്മൾ പഠിച്ചു. നമ്മൾ പല ജീവിയുടെയും, ഉദാഹരണത്തിന് മനുഷ്യന്റെ, അതുപോലെ തന്നെ ഹൗസ് ഫ്ലൈയുടെ, അതുപോലെ തന്നെ വീറ്റിന്റെ, മാംഗോ എന്നിവയുടെ എല്ലാം നമ്മൾ ഏതെഴുതി? ആ ടാക്സോണമിക് കാറ്റഗറീസ് അല്ലെങ്കിൽ ബയോളജിക്കൽ കാറ്റഗറി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് പൊസിഷൻ നമ്മൾ എഴുതി പഠിച്ചു. നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വീണ്ടും ഒന്നും കൂടെ കാണുക. നമുക്ക് അടുത്ത പഠിക്കാമോ? നമുക്ക് പഠിക്കണം. ഹെഡിങ് എഴുതിക്കൊള്ളുക: ടാക്സോണമിക് എയ്ഡ്സ്. ടാക്സോണമിക് എയ്ഡ്സ്. ടാക്സോണമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എന്താ ടാക്സോണമി എന്ന് പറഞ്ഞാൽ? വർഗീകരണ ശാസ്ത്രം, അല്ലെ? ടാക്സോണമി ഈസ് ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ടാക്സോണമി ഈസ് ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. വർഗീകരണ പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്നറിയപ്പെടുന്നത് ടാക്സോണമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ടാക്സോണമിയുടെ ലക്ഷ്യങ്ങളൊക്കെ ഏതൊക്കെയാണ്? പ്രധാന ലക്ഷ്യം ഞാൻ പറഞ്ഞു ഏതൊക്കെയാണ്? ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, ക്ലാസിഫിക്കേഷൻ. അവയെ സഹായിക്കുന്ന എയ്ഡ് മീൻസ് ആണ് സഹായി, അല്ലെ? ഹിയറിംഗ് എയ്ഡ്, കേൾവി സഹായി, അല്ലെ? ടീച്ചിങ് എയ്ഡ്, പഠന സഹായി എന്ന് പറയും പോലെ ടാക്സോണമിക് എയ്ഡ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടാക്സോണമിയെ സഹായിക്കുന്നയാൾ അല്ലെങ്കിൽ വർഗീകരണ സഹായി എന്ന് മലയാളം, മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത പഠിക്കുന്നത് ടാക്സോണമിക് എയ്ഡ്സ്. അപ്പൊ വാട്ട് ഈസ് ടാക്സോണമിക് എയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ തന്നെ ഓർത്തോണം, മലയാളം മീഡിയംകാരുടെ വർഗീകരണത്തെ സഹായിക്കുന്ന, ക്ലാസിഫിക്കേഷൻ സഹായിക്കുന്ന ഏതൊരു ഉപാധിയെയും നമുക്ക് എന്ത് വില അറിയുമ്പോൾ, ഒരു ബുക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വസ്തുവായിക്കോട്ടെ, ഒരു ടെക്നിക്കൽ സാങ്കേതിക വിദ്യ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ടാക്സോണമിക് എയ്ഡ്സ് എന്ന പേര് അറിയപ്പെടും. അപ്പൊ വാട്ട് ഈസ് ടാക്സോണമിക് എയ്ഡ്സ്? Taxonomic aids are the devices which help in the process of classification or taxonomy. So what is taxonomy എന്ന് പറഞ്ഞാൽ? Taxonomic aids are the devices. നമുക്ക് ഇങ്ങനെ പറയാം, devices which help in the identification of plants and animals. ജന്തുക്കളെയും സസ്യങ്ങളെയും തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന ഏതൊരു ഉപാധിയും, ശാസ്ത്രജ്ഞന്മാർ ഡെവലപ്പ് ചെയ്തെടുത്ത ഏതൊരു ഉപാധിയും, സാങ്കേതിക വിദ്യയും എന്തോ ആയിക്കോട്ടെ, അതിനൊരു ബുക്ക് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു സയന്റിസ്റ്റ് എഴുതിയ ഒരു ഗ്രന്ഥമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു ഗാർഡനോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അതിനെ നമ്മൾ എന്തുപോലെ അറിയപ്പെടുന്നു? ടാക്സോണമിക് എയ്ഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വാട്ട് ഈസ് ടാക്സോണമിക് എയ്ഡ്സ്? ഇപ്പൊ തന്നെ കാണാതെ പഠിക്കുക. Taxonomic aids are the devices which help in the identification of plants and animals, or it may be also defined as the devices which help in the process of taxonomy. Process of taxonomy means process of classification and identification. വർഗീകരണത്തെ സഹായിക്കുന്ന
ചെടികളെയും ജന്തുക്കളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ തെരഞ്ഞെടുത്ത ഉപാധികളെ, സാങ്കേതിക വിദ്യകളെ, ഗ്രന്ഥങ്ങളെ, ബുക്കുകളെ ഒക്കെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ടാക്സോണമിക് എയ്ഡ്സ്. മലയാളം ഇതാണ് വർഗീകരണ സഹായി. എന്താണ് മലയാളം? എന്താണ്? വർഗീകരണ സഹായി, അല്ലെങ്കിൽ എന്താണ് ടാക്സോണമിക് എയ്ഡ്സ് എന്ന് വിലറിയപ്പെടുന്നു. നിങ്ങൾക്ക് ടാക്സോണമിക് എയ്ഡ്സ് ടെക്സ്റ്റിന് പ്രധാനമായി പറയുന്നത് ഇല്ലേ ഒരു 9 എണ്ണം ഉണ്ട്. അതിൽ 5 പ്രധാനപ്പെട്ട ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഫസ്റ്റ് ടാക്സോണമിക് എയ്ഡ്സ് ഈസ് കാൾഡ് ഹെർബേറിയം. ഒന്നാമത്തെ ഏതാണ്? ഹെർബേറിയം. ഓക്കെ. 2, ഹെർബേറിയം കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡൻസ്. ബൊട്ടാണിക്കൽ ഗാർഡൻസ്. അടുത്ത നമ്മൾ പഠിക്കുന്ന ഏതാണ്? മ്യൂസിയം. 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 അടുത്ത പഠിക്കുന്നതാണ് സുവോളജിക്കൽ പാർക്ക്. സുവോളജിക്കൽ പാർക്സ്. സുവോളജിക്കൽ പാർക്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. സൂ അല്ലെ? അത് കഴിഞ്ഞിട്ട് അഞ്ചാമത് പഠിക്കുന്നത് കീ. ഇങ്ങനെ പ്രധാനമായി 5 എണ്ണമാണ് നമുക്ക് ടെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഡിവൈസസുകൾ. ഏതൊക്കെയാണ്? ടാക്സോണമിക് എയ്ഡ്സ് ആർദി. ഏതൊക്കെ ടാക്സോണമിക് എയ്ഡ്സ്? ഏതൊക്കെയാണ്? ഹെർബേറിയം. പഴിക്കുക. 2, ബൊട്ടാണിക്കൽ ഗാർഡൻ. 3, മ്യൂസിയം. 4, സുവോളജിക്കൽ പാർക്ക് ഓർ സൂ. 5, കീ. ഉണ്ടല്ലോ 5 എണ്ണം. ഇപ്പൊ തന്നെ എഴുതിയെടുക്കുക. വാട്ട് ആർ ദി ടാക്സോണമിക് എയ്ഡ്സ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെ പറയാൻ പറ്റും? ഇപ്പൊ തന്നെ എഴുതിക്കുക. ഹെർബേറിയം എഴുതിയോ? 2, ബൊട്ടാണിക്കൽ ഗാർഡൻസ്. ബൊട്ടാണിക്കൽ ഗാർഡൻസ്. 3, മ്യൂസിയം അല്ലെ? 4, സുവോളജിക്കൽ പാർക്ക് ഓർ സൂ. 5, കീ. ഇത്രയും പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് തീരും അല്ലെ? അപ്പൊ ഇത്രയെ കുറിച്ചാണ് പറയാനുള്ളത്. പ്രധാനപ്പെട്ട 5 ടാക്സോണമിക് എയ്ഡ്സ് ഏതൊക്കെയാണ്? ഹെർബേറിയം, ബൊട്ടാണിക്കൽ ഗാർഡൻ, മ്യൂസിയം, സുവോളജിക്കൽ പാർക്ക് ഓർ സൂ, ഓർ എന്തായിരിക്കും? കീ അല്ലെ? അല്ലെ? സുവോളജിക്കൽ പാർക്ക് ഓർ കീ അല്ലെ? അപ്പൊ അറിയേണ്ട കാര്യം, വാട്ട് ആർ ദി മേജർ ടാക്സോണമിക് എയ്ഡ്സ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെ പറയാം? പ്രധാനപ്പെട്ട ടാക്സോണമിക് എയ്ഡുകൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതൊക്കെ പറയാൻ പറ്റും? 1, ഹെർബേറിയം. 2, ബൊട്ടാണിക്കൽ ഗാർഡൻസ്. 3, മ്യൂസിയം. 4, സുവോളജിക്കൽ പാർക്ക് ഓർ സൂ. 5, കീ. ഈ 5 എണ്ണം നമ്മൾ പറയാം. കീ എന്ന് പറഞ്ഞാൽ താക്കോലല്ല, മനസ്സിലല്ലോ? ഓക്കെ, കീ. അപ്പൊ നമുക്ക് അറിയേണ്ട കാര്യം 5 പ്രധാനപ്പെട്ട ടാക്സോണമിക് എയ്ഡ്സ് ഒക്കെയാണ്: ഹെർബേറിയം, ബൊട്ടാണിക്കൽ ഗാർഡൻ, മ്യൂസിയം, സുവോളജിക്കൽ പാർക്ക് ഓർ സൂ ഓർ കീ. ഇനി നമുക്ക് ഇത് കൂടാതെ നമുക്ക് ഇനി ഒരു 3 എണ്ണം നമ്മുടെ ബുക്കിൽ പറയുന്നുണ്ട്. 6, 7 അല്ലെ? ഒന്നാമത്തെ പറയണം ഫ്ലോറ. ഏതാണ്? ഫ്ലോറ. 7, മാനുവൽസ്. മാനുവൽസ്. 8, മോണോഗ്രാഫ്. ഏതാണ്? മോണോഗ്രാഫ് അല്ലെ? 9, കാറ്റലോഗ്. ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാറ്റലോഗ്സ്. ഇങ്ങനെ 9 എണ്ണം. അപ്പൊ ശരിക്കും ടെക്സ്റ്റിൽ എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ട്? ഹൗ മെനി ടാക്സോണമിക് എയ്ഡ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ടെക്സ്റ്റ്? പ്രധാനമായും 5 എണ്ണം. ടാക്സോണമിക് എയ്ഡ്സ് എന്താണ്? ടാക്സോണമിക് എയ്ഡ്സ് ആർ ദ ഡിവൈസസ് വിച്ച് ഹെൽപ്പ് ഇൻ ദി പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ or help in the identification of plants and animals or it help in the taxonomic process. എങ്ങനെ വേണോ പറയാം. പ്രധാനപ്പെട്ട 5 ടാക്സോണമിക് എയ്ഡ്സ് ഏതൊക്കെയാണ്? ഹെർബേറിയം, ബൊട്ടാണിക്കൽ ഗാർഡൻസ്, മ്യൂസിയം, സുവോളജിക്കൽ പാർക്ക് ആൻഡ് കീ. ഇതുകൂടാതെ ബാക്കിയുള്ള ഏതൊക്കെയാണ്? ഫ്ലോറ, മാനുവൽസ്, മോണോഗ്രാഫ് ആൻഡ് കാറ്റലോഗ്സ്. ഏതൊക്കെയാണ്? ഫ്ലോറ, മാനുവൽസ്, മോണോഗ്രാഫ് ആൻഡ് കാറ്റലോഗ്സ്. അപ്പൊ ഹൗ മെനി ടാക്സോണമിക് എയ്ഡ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ടെക്സ്റ്റ്? Only 9 taxonomic aids are. What are they? 1, herbarium. 2, botanical gardens. 3, museum. 4, zoological park or zoo. 5, key. 6, flora. 7, manuals. 8, monograph. 9, catalogs. What are the taxonomic aids? Herbarium, botanical garden, museum, zoological park, key, flora, manuals, monographs and catalogs. Okay. എഴുതിയെടുക്കണം. എഴുതിയെടുത്തോണം എല്ലാവരും. ഇതില് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോണ ഇതിന്റെ എഴുതിയെടുത്തവരെ എഴുതിക്കണം. ആദ്യമായിട്ട് പഠിക്കാൻ പോണ ഹെർബേറിയം. ഓക്കെ, സ്റ്റാർട്ട് ആക്കട്ടെ. എഴുതിയെടുത്തോളാം അല്ലെ?
എഴുതിയെടുത്ത സെക്ഷൻ ശ്രദ്ധിക്കാം. എഴുതിയെടുത്തത് പെട്ടെന്നാവട്ടെ. നമ്മൾ ഇത് ആദ്യം പഠിക്കാൻ പോകണം ഹെർബേറിയം. ഓക്കെ, എല്ലാവരും ഹെഡിയോളുക. ഹെർബേറിയം എന്ന് ഹെഡിങ് എഴുതിക്കോളുക. വാട്ട് ഈസ് ഹെർബേറിയം? ഒന്നാമത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹെർബേറിയം ഈസ് എ ടാക്സോണമിക് എയ്ഡ്. ടാക്സോണമി സഹായിക്കുന്ന ഒന്നാണ്. ആദ്യ സെന്റൻസ്. ഓക്കെ, രണ്ടാമത് പറയാനുള്ള സെന്റൻസ് ആണ് ഹെർബേറിയം ഈസ് എ സ്റ്റോർ ഹൗസ്. സ്റ്റോർ ഹൗസ് മീൻസ് ശേഖരിക്കുന്ന ഓഫ് കളക്ടഡ് പ്ലാന്റ് സ്പെസിമൻ. സസ്യങ്ങളുടെ ഭാഗങ്ങൾ കളക്ട് ചെയ്ത് ദാറ്റ് ആർ ഡ്രൈഡ് ഉണക്കി, പ്രസ്ഡ് നമ്മൾ പത്രത്താളുകളെ വെച്ച് അല്ലെങ്കിൽ പേപ്പർ വെച്ച് പ്രസ് ചെയ്ത്, പ്രിസർവ്ഡ് ഓൺ ഷീറ്റ്സ്. അത് നല്ല കാർഡ്ബോർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല വൈറ്റ് പേപ്പർ, നല്ല കട്ടിയുള്ള ഷീറ്റിൽ ഒട്ടിക്കും. ദീസ് ഷീറ്റ്സ് ആർ അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ആൻ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ക്ലാസിഫിക്കേഷൻ. ഈ ചെടികൾ ഒട്ടിച്ച പേപ്പറുകളെ, കട്ടിയുള്ള പേപ്പറുകളെ അല്ലെങ്കിൽ ഷീറ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലോകമൊട്ടാകെ അംഗീകരിച്ച ഒരു വർഗീകരണത്തിന്റെ അടിസ്ഥാനമാക്കി അടുക്കി വെച്ചാൽ ആ ശേഖരിക്കുന്ന ഈ ചെടികളുടെ ഒട്ടിച്ച ഈ ഷീറ്റുകളെ സ്ഥലത്തെ വിളിക്കുന്നവർ ഒരു അലമാരിയായിരിക്കാം, ഒരു വീടായിരിക്കാം, ഒരു റൂമായിരിക്കാം. ആ റൂമുകളെ വിളിക്കുന്ന പേരെന്തറിയപ്പെടുന്നു? ഹെർബേറിയം. വാട്ട് ഈസ് ഹെർബേറിയം? ഹെർബേറിയം ഈസ് എ ടാക്സോണമിക് എയ്ഡ്. ടാക്സോണമി സഹായിക്കുന്നതാണ്. ഇറ്റ് ഈസ് എ സ്റ്റോർ ഹൗസ് ഓഫ് കളക്ടഡ് എയർ സ്പെസിമെൻസ് ആണ്, ജന്തുക്കളല്ല, പ്ലാന്റ് സ്പെസിമെൻസ് that are dried, pressed, preserved on sheets and and these sheets are arranged according to an universally accepted classification. ലോക ഒട്ടാകെ അംഗീകരിക്കുന്ന ഒരു വർഗീകരണത്തിന്റെ അടിസ്ഥാനമാക്കി ഈ പേപ്പറിൽ ഉണക്കി ഒട്ടിച്ച ചെടികളുള്ള ഷീറ്റുകളെ അടുക്കി വയ്ക്കുന്ന ആ സ്റ്റോർ ഹൗസിനെ വിളിക്കുന്ന പേരാണ് ഹെർബേറിയം. ഡൗട്ടില്ലല്ലോ? ഹെർബേറിയത്തിന്റെ പടമൊക്കെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അലമാരിക്കകത്ത് കുറെ ഷീറ്റിൽ അടുക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇത്ര മാത്രം. അതായത് ഒരു ചെടി, നമ്മളൊരു ചെടിയെ നമ്മളിപ്പോ ഉദാഹരണത്തിന് ഒരു ചെമ്പരത്തി നമ്മൾ എടുക്കുന്നു. ആ ചെമ്പരത്തിയുടെ ഒരു പൂവോടെ കൂടി എടുക്കുന്നു. അവയെ നമ്മൾ താളുകൾ വെച്ച് ഉണക്കി, പ്രസ് ചെയ്ത് വെയിലത്ത് ചില ഉണക്കണം, അല്ലാതെ ഉണക്കി നമ്മളൊരു ഷീറ്റ് പേപ്പറിൽ ഒട്ടിക്കുന്നു. ഇപ്പൊ ചെടി നമ്മൾ കട്ടിയുള്ള ഷീറ്റ് എടുത്തു, ഹെർബേറിയം ഷീറ്റ്, അതിന്റെ സൈസൊക്കെ ഉണ്ട്. ആ ഷീറ്റിൽ നമ്മൾ ഈ ചെടിയെ ഇങ്ങനെ ഒട്ടിക്കുന്നു. ഇങ്ങനെ ഒട്ടിച്ച ചെടിയെ അതിന്റെ പോക്ക് ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്നു. ഈ ഒട്ടിച്ച ചെടിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഷീറ്റിനെ വിളിക്കുന്നത് ഹെർബേറിയം ഷീറ്റ്, ഉണക്കി ഒട്ടിച്ചേക്കാണ്. എന്നിട്ട് ഇത് ഈ ഷീറ്റിനകത്ത് ചെടിയിൽ ഏതൊക്കെ ഉണ്ടായിരിക്കും? ബൊട്ടാണിക്കൽ നെയിം, ഫാമിലി, ആരാണ് കളക്ട് ചെയ്തത്, അല്ലെ, അതിന്റെ ലോക്കൽ നെയിം എന്താണ്, അല്ലെങ്കിൽ ദേശീയ നെയിംസ് എന്താണ്, എന്നാണ് കളക്ട് ചെയ്തത്, ഇതെല്ലാം കൂടെ എഴുതി ഇങ്ങനെ ഒട്ടിക്കും. ഇതാണ് ഏതെന്ന് പറയുന്നത് ഒരു ഹെർബേറിയം ഷീറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അനേകം ചെടികൾ ഒട്ടിച്ച ഹെർബേറിയം ഷീറ്റുകളെ ഒരു വർഗീകരണത്തിന്റെ അടിസ്ഥാനമാക്കി ക്രമീകരിച്ചു വെച്ച് ആ ഇതിനെ വിളിക്കുന്ന പേരാണ് ഹെർബേറിയം എന്ന പേര് അറിയപ്പെടുന്നത്. ഓക്കെ, ഡൗട്ട് ക്ലിയർ ആയോ? വാട്ട് ഈസ് ഹെർബേറിയം? ഡൗട്ട് ഉണ്ടോ? ഒരിക്കലും പറയണം, ഹെർബേറിയം ഈസ് എ ടാക്സോണമിക് എയ്ഡ്. ഹെർബേറിയം എന്ത് പറയാൻ പറ്റും? Herbarium is a taxonomic aid. It is a storehouse of collected plant specimens that are dried, pressed, preserved on sheets. These sheets are arranged according to an universally accepted classification. About what is herbarium? Herbarium is a taxonomic aid. വർഗീകരണ സഹായി. It is a storehouse of collected plant specimens that are dried, pressed, preserved on sheets. These sheets are arranged according to an universally accepted classification. ചെടികളെ ഉണക്കി അതെ നല്ല കട്ടിയുള്ള ഷീറ്റിൽ ഒട്ടിക്കുന്നു. ഈ ഒട്ടിക്കുന്ന ഷീറ്റിലെ ഹെർബേറിയം ഷീറ്റ് എന്ന് അറിയപ്പെടുന്നു. ഒരു ഹെർബേറിയം ഷീറ്റിനകത്ത് ചെടിയുടെ ഡിസ്ക്രിപ്ഷൻ, ഫാമിലി, ബൊട്ടാണിക്കൽ നെയിം അഥവാ ബൈനോമിയൽ നെയിം ഉണ്ടായിരിക്കും, ഫാമിലി, കളക്ട് ചെയ്ത പേര്, ലോക്കൽ നെയിം, എല്ലാ ഡിസ്ക്രിപ്ഷനും എഴുതിയിരിക്കും. ഈ ഷീറ്റുകളെ ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റ് ആയിട്ടുള്ള ഒരു വർഗീകരണത്തിന്റെ അടിസ്ഥാനമാക്കി ക്രമീകരിക്കുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ഹെർബേറിയം.
നമുക്കിപ്പോ ഒരാൾ അമേരിക്കയിൽ നിന്ന് വന്നു, നമുക്കിവിടെ മോദിയെ കാണാൻ വേണ്ടി ട്രംപ് വന്നു. ട്രംപ് ചോദിക്കുന്നു എവിടെ ചെമ്പരത്തി? അപ്പൊ ഉടൻ തന്നെ മോദി ഓടിപ്പോ ചെമ്പരത്തി പറിക്കാൻ പോവോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ഈ ഒരു ചെമ്പരത്തി മുടക്കി പൊട്ടിച്ച ചെടിയെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു കൊടുക്കാം. പോരെ? നിങ്ങൾ ശരിക്കൊരു ഫോട്ടോ കാണിച്ചാൽ പോരെ? ഓക്കെ, ആയിക്കോട്ടെ. നമ്മളിപ്പോ നമ്മളെന്ത് ചെടിയെ ഉണക്കി ഒട്ടിക്കാവുന്നത് ജീവനോടെ കാണാൻ പറ്റും. അത് ചെടി ഇങ്ങനെ ഇരിക്കുന്നവരെ കാണാൻ പറ്റും. മറ്റേ ഫോട്ടോ ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ തൊട്ട ഇല ഇങ്ങനെ ഇരിക്കുന്നു, ടച്ച് ഇലൊക്കെ കാണാൻ പറ്റും, പൂ ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെയുള്ള ഷീറ്റുകൾ. ഇറ്റ് എ ക്വിക്ക് റെഫറൻസ് സിസ്റ്റം. എന്താ പറയാൻ പറ്റും? ഇതിന്റെ എയിം എന്താണ്? ക്വിക്ക് റെഫറൻസ് സിസ്റ്റം. ക്വിക്ക് റെഫറൽ അല്ലെ, റെഫറൽ സിസ്റ്റം ഫോർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലെ, ഫോർ ബയോളജി ക്ലാസിഫിക്കേഷൻ. ജൈവ വർഗീകരണത്തിൽ ഐഡന്റിഫിക്കേഷന് ഓർ ബയോളജി ക്ലാസിഫിക്കേഷന് ഓർ എന്താണ് നോമൻക്ലേച്ചറിന് ഓർ ഐഡന്റിഫിക്കേഷന്. അതിനു വേണ്ടിയാണ് ഐഡന്റിഫിക്കേഷന് വേണ്ടി പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഏതാണ്? ഹെർബേറിയം. ഒരിക്കലും പറയുന്നത് വാട്ട് ഈസ് ഹെർബേറിയം? Herbarium is a taxonomic aid. It is a storehouse of collected plant specimens that are dried, pressed, preserved on sheets. These sheets are arranged according to an universally accepted classification. A herbarium sheet consists of botanical name, family, collector's name, local name, etc. It is a quick referral system for plant identification. ചെടിയെ പെട്ടെന്ന് it's a quick referral system for പ്ലാന്റ് ഐഡന്റിഫിക്കേഷൻ. സസ്യങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു എയ്ഡായിട്ട് നമ്മൾ ആരും ഉപയോഗിക്കാം? ഹെർബേറിയം ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പൊ ഹെർബത്തെ കുറിച്ച് ഡൗട്ട് ഉണ്ടോ? ഹെർബേറിയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. ഹെർബേറിയത്തിൽ ഒറ്റവാക്കി പറയും, ഹെർബേറിയത്തിൽ ഉണക്കി ഒട്ടിച്ച ചെടികൾ. അവിടെ നമുക്ക് ഏത് കാണാൻ കഴിയില്ല? ജീവനുള്ള ചെടികൾ ഇല്ല എന്ന് പറഞ്ഞത് ഡെഡ് ആണ്. ചെടികൾ എങ്ങനെയാണ് കാണാൻ കഴിയണം? ഡെഡ് സ്പെസിമെൻസ്. യു ക്യാൻ സീ ഓൺലി ഡെഡ് സ്പെസിമെൻസ് ഓൺലി ഇൻ ദ ഹെർബേറിയം. ഹെർബേറിയത്തിൽ പോയാൽ നമുക്ക് ഏത് കാണാൻ കഴിയില്ല? ജീവനുള്ള ചെടിയെ ഒട്ടിച്ചിരിക്കുമോ? അല്ല, ഉണക്കി ഒട്ടിച്ചത്. അപ്പൊ അവർക്ക് എന്താണ്? ജീവനില്ലാത്ത ചെടികളായിട്ടാണ് കാണാൻ കഴിയുന്നത്, ഒട്ടിച്ച ചെടികളായിട്ടാണ് കാണാൻ കഴിയുന്നത്. പെട്ടെന്നുള്ള ക്വിക്ക് റെഫറൻസിന് വേണ്ടി പെട്ടെന്ന് എടുത്ത് നോക്കുന്നതിന് ആര് സഹായിക്കുന്നു? ഹെർബേറിയം സഹായിക്കും. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ എയ്ഡിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ എയ്ഡ്സ് ആണ് നമ്മൾ എയ്ഡാണ്, ടാക്സോണമിക് എയ്ഡാണ് ബൊട്ടാണിക്കൽ ഗാർഡൻസ്. ഏതാണ് പറയുന്നതാണ്? ബൊട്ടാണിക്കൽ ഗാർഡൻ. നമ്മളെ വീട്ടിലും ഗാർഡൻ ഉണ്ട്, ശരിയല്ലേ? സാധാരണ ഗാർഡനിൽ നിന്ന് ബൊട്ടാണിക്കൽ ഗാർഡൻ പ്രത്യേകത എന്താണ്? ബൊട്ടാണിക്കൽ ഗാർഡൻസ് ആർ സ്പെഷ്യലൈസ്ഡ് ഗാർഡൻസ് ഇൻ വിച്ച് കളക്ടഡ് പ്ലാന്റ് സ്പെസിമെൻസ്, കളക്ടഡ് പ്ലാന്റ്സ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? കൾട്ടിവേറ്റ് ചെയ്യുന്നു. ഫോർ എന്തിനു വേണ്ടിയാണ്? കാണാൻ എസ്തെറ്റിക് സെൻസിന് വേണ്ടിയാണ്? അല്ല, ഫോർ ഐഡന്റിഫിക്കേഷൻ, തിരിച്ചറിയുന്നതിന് വേണ്ടി. ഫോർ എന്താണ് അതിന്റെ ബിഹേവ്, അതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള ഡീപ്പായിട്ട് നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ബൊട്ടാണിക്കൽ ഗാർഡൻ. ഹെർബേറിയത്തിൽ ഒരിക്കലും നമുക്ക് ജീവനുള്ള സ്പെസിമെനെ കാണാൻ കഴിയില്ല. ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമുക്ക് എന്ത് സ്പെസിമെൻ കാണാൻ കഴിയും? വി കൻ ഒബ്സർവ് ദ ലിവിംഗ് സ്പെസിമെൻ. ഏതാണ്? പ്ലാന്റ് ആണ്, ആനിമൽ ആണ്. ഇവിടെ ഡെഡ് പ്ലാന്റ് സ്പെസിമെൻ ആണെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ത് കാണാൻ കഴിയും? ലിവിംഗ് സ്പെസിമെൻസിനെ കാണാൻ കഴിയും. അപ്പൊ വാട്ട് ഈസ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് വെച്ചാൽ ആദ്യ സെന്റൻസ് എന്ന് പറയാൻ പറ്റും? ഇറ്റ് ഈസ് എ ടാക്സോണമിക് എയ്ഡ് എന്ന് പറയാൻ പറ്റും. It is a taxonomic aid. അല്ലെ, these are the specialized gardens. എന്താണ്? These are the specialized gardens. അല്ലെ, സാധാരണ ഗാർഡൻ എന്ന് വെച്ചാൽ സ്പെഷ്യലൈസ്ഡ് ഗാർഡൻ have collections of അല്ലെ, അതിനകത്ത് നമ്മൾ നട്ടു വളർത്തുന്ന collections of living plants for reference. Living plants for reference. അല്ലെ, സ്പെഷ്യലൈസ്ഡ് ഗാർഡൻസ് have അല്ലെ collected അല്ലെ collections of living plants for reference. ഇതാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്? ബൊട്ടാണിക്കൽ ഗാർഡനെ കുറിച്ച് പറയുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മളൊരു ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡൻ പറയാനും ഒരു ബൊട്ടാണിക്കൽ നമ്മൾ കോമൺ ആയിട്ട് ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ തൊട്ടടുത്തുണ്ട്, പാലോട് അല്ലെ. അതിനെ വിളിക്കുന്ന പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ വിളിക്കുന്ന പേര് JNTBG ആൻഡ് TBG ആൻഡ് RI. കേട്ടില്ലേ? ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് പാലോട്. നിങ്ങൾ പോയിട്ടുണ്ടാവും. ഈ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ ചെടികളൊക്കെ മരങ്ങളൊക്കെ നമ്മൾ നട്ടു വളർത്തിയിട്ടുണ്ട്. മരങ്ങൾ ഇതാ ഇവിടെ പേരിങ്ങനെ എഴുതി തൂക്കിയിരിക്കും മരത്തിന്റെ അല്ലെ, ശിഖരത്തിന് താഴെ എഴുതിയിട്ട് അതിനകത്ത് ബൊട്ടാണിക്കൽ നെയിം എഴുതിയിട്ടുണ്ട്, ഫാമിലി, അതിന്റെ പ്രത്യേകതകളെല്ലാം, ലോക്കൽ നെയിം എല്ലാം എഴുതിയിരിക്കും. ഈ ഗാർഡൻസ് ആണ് ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ പോണ ചെടികളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ്. സാധാരണ ഗാർഡനിൽ പോകണം തന്നെ ഭംഗിയാണ്, ഊട്ടി ഗാർഡനിൽ പോകണം ഭംഗിക്ക് കാണാൻ വേണ്ടി പോകണം, ശരിയല്ലേ? അപ്പൊ വ്യത്യാസം, ബൊട്ടാണിക്കൽ ഗാർഡൻസ് ആർ ടാക്സോണമിക് എയ്ഡ്. These are specialized gardens have
കളക്ഷൻസ് ഓഫ് ഏത് സ്പെസിമെൻസ് ആണ്? ലിവിംഗ് പ്ലാന്റ് സ്പെസിമെൻ. ഇവിടെ വരുമ്പോൾ എന്തായിട്ട് മാറും? ഡെഡ് ആണ്. ലിവിംഗ് പ്ലാന്റ് സ്പെസിമെൻ ഫോർ റെഫറൻസ്. ബൊട്ടാണിക്കൽ ഗാർഡൻസിൽ പ്ലാന്റ്സ് ആൾസോ ക്യാരി ദ ലേബൽ. എന്തുണ്ടായിരിക്കും? ലേബൽ ഇങ്ങനെ തൂക്കിയിട്ടായിരിക്കും. അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും? ഹെർബേറിയ ഷീറ്റ് പോലെ തന്നെ ചെടിയുടെ പേര്, പിന്നെ അതിന്റെ ഫാമിലി, ബൊട്ടാണിക്കൽ നെയിം, ഫാമിലി, മറ്റ് പ്രത്യേകത, ലോക്കൽ നെയിം, യൂസ് എല്ലാം എഴുതി ഇങ്ങനെ പതിപ്പിച്ചേക്കും. ഈ ഗാർഡൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ പറയുക? ബൊട്ടാണിക്കൽ ഗാർഡൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹെർബേറിയം ആൻഡ് ബൊട്ടാണിക്കൽ ഗാർഡൻ? ഹെർബേറിയത്തിൽ രണ്ടും ടാക്സോണം കീഴാണ് പരീക്ഷയ്ക്ക് ചോദിക്കും. ഹെർബേറിയത്തിലെ ഡ്രൈഡ് പ്ലസ് പ്ലാന്റ് സ്പെസിമൻ ആണെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡൻസ് ആർ ദ സ്പെഷ്യൽ ഗാർഡൻ ഹാവ് കളക്ടഡ് ലിവിംഗ് പ്ലാന്റ് സ്പെസിമൻ ഫോർ റെഫറൻസ്. ജീവനുള്ള സസ്യങ്ങളെ നേരിട്ട് കണ്ട് നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും. എന്നാൽ ഹെർബേറിയത്തിൽ പോയാൽ നമുക്ക് എന്താണ്? ഡെഡ് ആയിട്ടുള്ള പ്ലാന്റ് സ്പെസിമെൻസിനെ മാത്രമേ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയൂ. നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ ഇത് പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് നമ്മൾ അവിടെ പോയി കാണേണ്ട അവസ്ഥ വരും. അല്ലെ, നമുക്കറിയാം JNTBGRI പാലൂട് അതോടെ ട്രോപ്പിക്കൽ ഗാർഡൻസ് ആണ്. ട്രോപ്പിക്കൽ പ്രദേശങ്ങളിലുള്ള ചെടികളെ നട്ടു വളർത്തി വളർത്തുന്ന പ്രദേശമാണ് JNTBGRI, ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട്. അല്ലെ, ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ഏതാണ്? അല്ലെ, നിങ്ങൾക്ക് അറിയാം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഏതാണ്? റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ അറ്റ് ക്യൂ. അല്ലെ, അല്ലേ, റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ. റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ്? അറ്റ് ക്യൂ, അറ്റ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടില് അല്ലെ, ചിലത് ലെനിൻഗ്രാഡ് ഗാർഡൻ എന്ന് പറയുന്നുണ്ട്. ടെക്സ്റ്റ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ഏതെന്ന് ചോദിച്ചാൽ അല്ലെ ഏതാണ്? ബൊട്ടാണിക്കൽ ഗാർഡൻ അറ്റ് ക്യൂ. ഏതാണ്? അറ്റ് ക്യൂ. ക്യൂ മീൻസ് സ്ഥലമാണ്. ഇംഗ്ലണ്ടിലെ സ്ഥലത്ത് ക്യൂ എന്നുള്ള പ്രദേശത്ത് കാണപ്പെടുന്ന റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ അഥവാ ക്യൂ ഗാർഡൻ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഫേമസ് ബൊട്ടാണിക്കൽ ഗാർഡൻ വേർഡ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ക്യൂ ഗാർഡൻ അറ്റ് ഇംഗ്ലണ്ട്. റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ക്യൂ അറ്റ് ഇംഗ്ലണ്ട് എന്നാണ് പറയാം. എങ്കിൽ നിങ്ങളെ ചോദിക്കുന്നു, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് ബൊട്ടാണിക്കൽ ഗാർഡന്റെ പേര് പറയൂ. നെയിം ടു ഫേമസ് ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ലെങ്കിൽ ലാർജസ്റ്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഇന്ത്യ. അല്ലെ, ഏതൊക്കെയാണ്? ഒന്ന് ഏതാണ്? IBG എന്നാണ് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ അറ്റ് ഹൗറ. എന്നാണ് ഹൗറ എന്നാണ് എവിടെയാണ്? നമ്മുടെ ഹൗറ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലെ പശ്ചിമ ബംഗാളിലെ ഒരു ഹൗറയിലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ IBG. രണ്ട് വേറെ ഗാർഡനുണ്ട്, ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഹൗറ അല്ലാതെ എന്താണ്? നാഷണൽ ബൊട്ടാണിക്കൽ NBRI. ഇന്ത്യയിലെ വേറെ വലിയ ബൊട്ടാണിക്കൽ ഗാർഡനാണ്. എന്താണ്? നാഷണൽ അതിന്റെ പേര് നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് കാണാൻ കഴിയുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് ലക്നോ. ലക്നോ എന്ന് പറയുമ്പോൾ എവിടെയാണ് വന്നതെന്ന് അറിയാമല്ലോ. ലക്നോ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? UP, ഉത്തർപ്രദേശിലെ ലക്നോയിൽ വരുന്ന വേറെ വലിയ ബൊട്ടാണിക്കലാണ് NBRI മീൻസ് നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അല്ലെ, അറ്റ് ലക്നോ. അപ്പൊ ബൊട്ടാണിക്കൽ ഗാർഡനെ കുറിച്ച് പറഞ്ഞ ഇത്രയാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻസ് ആർ ടാക്സോണമിക് എയ്ഡ്. ടാക്സോണമിയെ സഹായിക്കുന്ന, ചെടികളെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ്. ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഗാർഡൻ ആണ്. ഹാവിംഗ് കളക്ഷൻസ് ഓഫ് ലിവിംഗ് ആണ്, ജീവനുള്ള പ്ലാന്റ്സ് ഫോർ റെഫറൻസ് എന്നാണ്. റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇന്ത്യയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലെ പ്രധാനപ്പെട്ട രണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഒന്ന് IBG, ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ അറ്റ് ഹൗറ, വെസ്റ്റ് ബംഗാൾ. വേറൊന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും NBRI മീൻസ് നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ലക്നോ, UP. ഇത് രണ്ടും ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ അറ്റ് കൊൽക്കത്ത. അതാണ് എന്താണ്? ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ കൊൽക്കത്തയാണ് നമ്മൾ എന്താണ് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിലെ ഫേമസ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഹൗറ, വെസ്റ്റ് ബംഗാൾ. അതിന്റെ പുതിയ പേരാണ് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ. നമ്മള് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ വിളിക്കുന്നത് എന്താണ്? JNTBGRI. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ബൊട്ടാണിക്കൽ ഗാർഡന്റെ പേര് പറഞ്ഞ് എന്ത് പറയാൻ പറ്റും? ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് പാലോട്. അപ്പൊ ഇതെല്ലാം പലതരം ബൊട്ടാണിക്കൽ ഗാർഡനാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഏതാണ്? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹെർബേറിയം ആൻഡ് ബൊട്ടാണിക്കൽ ഗാർഡൻ? ഹെർബേറിയം ബൊട്ടാണിക്കൽ ഗാർഡൻ ആർ ദ ബോത്ത് ടാക്സോണമിക് എയ്ഡ്സ്. ഹെർബേറിയം ബോത്ത് ആർ യൂസ്ഡ് ഫോർ ദി ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ്. ചെടികളെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്.
പക്ഷെ ഇവിടെ ഹെർബേറിയത്തിൽ നമുക്ക് ഓൺലി ഫൗണ്ട് ദ ഡെഡ് പ്ലാന്റ് സ്പെസിമെൻസ്. ബൊട്ടാണിക് ഗാർഡനിൽ ഏത് സ്പെസിമെൻ കാണാൻ കഴിയും? ലിവിംഗ് പ്ലാന്റ് സ്പെസിമെൻസ് കാണാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ ബൊട്ടാണിക് ഗാർഡൻ ഏതാണ്? ക്യൂ ഗാർഡൻ അറ്റ് ഇംഗ്ലണ്ട്. ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട ബൊട്ടാണിക് ഗാർഡൻ പുസ്തകത്തിൽ പറഞ്ഞ ഏതൊക്കെയാണ്? ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഹൗറ വെസ്റ്റ് ബംഗാളും നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് ലക്നോ UP ആണ് പ്രധാനമായിട്ട് പറയുന്നത്. ലാർജസ്റ്റ് ബൊട്ടാണിക് ഗാർഡൻ വേണ്ടത് മോസ്കോ ഉണ്ടെന്ന് പറഞ്ഞ ലെനിൻഗാർഡ് ഗാർഡൻ എന്ന് പറയുന്നുണ്ട്. മനസ്സിലല്ല, ഇപ്പൊ ടെക്സ്റ്റുള്ള കാര്യം മാത്രമാണ് നമ്മളിപ്പോ സൂചിപ്പിക്കുന്നത്. അല്ല, ഇപ്പൊ ടെക്സ്റ്റുകൾ പലരും പറഞ്ഞ് ഏറ്റവും വലിയ ബൊട്ടാണിക് ഗാർഡൻ എവിടെയുള്ളതാണെന്ന് പറയുന്നുണ്ട്. ലെനിൻഗാർഡ് റഷ്യയിലെ സ്ഥലം എന്ന് പറയുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, ടെക്സ്റ്റ് നമുക്ക് ഇത്രയാണ് ഇത് പറയുന്നത്. അപ്പൊ രണ്ട് ടാക്സോണമി എയ്ഡ്സിനെ കുറിച്ച് പറഞ്ഞ ഏതൊക്കെയാണ്? ഇത് രണ്ട് ഏതിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഹെർബേറിയം ബൊട്ടാണിക്കൽ ഫോർ ദി പ്ലാന്റ് ഐഡന്റിഫിക്കേഷൻ. അതിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയാണ് പ്ലാന്റ് ഐഡന്റിഫിക്കേഷൻ. അല്ലെ, പുസ്തകത്തിൽ പലത് പറയുന്നുണ്ട്. പുസ്തകത്തിൽ പറയുന്നത് ഇപ്പൊ നമ്മളെ NCERT ടെക്സ്റ്റ് പറഞ്ഞ ഏറ്റവും വലിയ ഗാർഡൻ ഏതാണ്? ഫേമസ് ബൊട്ടാണിക് ഗാർഡൻ റോയൽ ബൊട്ടാണിക്. അതിൽ ഏറ്റവും കൂടുതൽ വലുത് സൈസിന്റെ അടിസ്ഥാനമാക്കിയാൽ ഏറ്റവും കൂടുതൽ ചെടികളുള്ള ഏതെന്നാണ് പറയുന്നത്? റോയൽ ബൊട്ടാണിക് ഗാർഡൻ ക്യൂവിലാന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ലാർജസ്റ്റ് ഏതായിരിക്കാം? ചിലപ്പോൾ ലെനിൻഗാർഡ് ഗാർഡൻ ആയിരിക്കാം. എന്തോ ആയിക്കോട്ടെ. ഓക്കെ, ഇതിനെ കുറിച്ച് ആർക്കും സംശയം ഉണ്ടോ? ഓക്കെ ആണോ? അടുത്ത പാഠത്തേക്ക് കടക്കട്ടെ, അടുത്ത പോർഷനിലേക്ക് കടക്കട്ടെ, അല്ലെങ്കിൽ നീങ്ങത്തില്ല? ഓക്കെ, ഡൗട്ട് ഉള്ളവർ ചോദിച്ചോളാം. എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ടുണ്ടോ? അപ്പൊ നമ്മൾ രണ്ടെണ്ണം പഠിച്ചതൊക്കെയാണ്. ഏതൊക്കെ പഠിച്ചു? റോയൽ ഏതൊക്കെ പഠിച്ചു? നമ്മൾ പഠിച്ചതൊക്കെയാണ് അത് രണ്ടെണ്ണം പഠിച്ചതൊക്കെയാണ്. ഒന്ന് ഏതൊക്കെയാണ്? ഹെർബേറിയവും മറ്റൊന്ന് ഏതായിരിക്കും? ഒന്ന് ഹെർബേറിയം. ഓക്കെ, ക്ലിയർ. ഒന്ന് ഹെർബേറിയം നമ്മൾ പഠിച്ചു. രണ്ടാമത് നമ്മൾ പഠിച്ച ഏതാണ്? ഹെർബേറിയം പഠിച്ചു. രണ്ടാമത് പഠിക്കുന്ന ഏതാണ്? ബൊട്ടാണിക്കൽ ഗാർഡൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ബൊട്ടാണിക്കൽ രണ്ട് ടാക്സോണമി എയ്ഡ്സിനെ കുറിച്ച് പഠിച്ചു. അടുത്ത് നമ്മൾ മൂന്നാമത്തെ പഠിക്കുകയാണ് മ്യൂസിയം. മ്യൂസിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, മ്യൂസിയം നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ പോയി. അതിന്റെ തൊട്ടപ്പുറത്ത് സൂ രണ്ടെണ്ണമാണ്. മ്യൂസിയം ആൻഡ് സൂ എന്നാണ്. മ്യൂസിയം സൂവും രണ്ടും രണ്ടാണ്. നമ്മൾ ട്രിവാൻഡ്രത്തിൽ നക്ഷത്ര ബംഗ്ലാവ് എന്ന് പറയുന്നതാണ് മ്യൂസിയം എന്ന് പറയുന്നത്. അല്ലെ, തൊട്ടപ്പുറത്തിരിക്കുന്ന മൃഗങ്ങളെ പാർപ്പിക്കുന്ന സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേര് സൂ എന്ന പേര് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ സുവോളജിക്കൽ പാർക്ക്. മ്യൂസിയം ഹാവ് കളക്ഷൻസ് ഓഫ്. എന്താണ് മ്യൂസിയം? മ്യൂസിയം ഈസ് എ ടാക്സോണമിക് എയ്ഡ്. അല്ലെ, അത് മ്യൂസിയം ഹാവ് കളക്ഷൻസ് ഓഫ്. നമ്മൾ ഏത് പറഞ്ഞാല് ഹെർബേറിയം പറഞ്ഞ പോലെ ഇവിടെ ഡെഡ് കളക്ഷൻസ് ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്രിസർവ്ഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. നമ്മളിവിടെ ഉണക്കൊട്ടിക്കുന്നില്ലെന്നേ ഉള്ളൂ. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അല്ലെ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് സ്പെസിമെൻസ് ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ്. ഇതാണ് നമുക്കിപ്പോ നമ്മള് ഒരു മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ നോക്കിയ പാമ്പിനെയും അതുപോലെ പല്ലി, വഴുതാര എന്നിവയൊക്കെ നമ്മൾ ജാറിലിട്ട് ഒരു സൊല്യൂഷനകത്തിട്ട് വെച്ച് കാണാൻ പറ്റും. അല്ലെങ്കിൽ അടച്ചൊക്കെ വെച്ചേക്കും. സ്കൂളിലും പണ്ട് മ്യൂസിയം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും കോളേജിലൊക്കെ നമ്മൾ റൂമിനകത്ത് വയ്ക്കുക. ഇങ്ങനെ ആലമാരയിലൊക്കെ ഇങ്ങനെ ധാരാളം കുപ്പികൾ അടുക്കി വെച്ചിട്ടുണ്ട്. ആ കുപ്പിക്കകത്ത് നമ്മൾ നോക്കിയാൽ ആ പാമ്പ്, വഴുതാര, തേള്, അല്ലെ തവള എന്നിവയൊക്കെ ജാറിലിട്ട് വെച്ചേക്കണം കാണാൻ കഴിയും. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇതുകൂടാതെ തന്നെ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൃഗങ്ങളെയൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കണം പറ്റും. നമ്മളൊക്കെയാണ് കോഴിയും മറ്റു ഇതിനെയും മയിലിനെയും മറ്റു ജീവികളെയൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കും. പ്രാവ് തുടങ്ങിയ മറ്റു ജീവികളൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന്റെ സ്കെൽറ്റൻ അസ്ഥികൂടങ്ങൾ ഇതിനകത്ത് സ്കെൽറ്റൻസ് ജീവികളുടെയൊക്കെ സ്കെൽറ്റൻ. നമ്മുടെ ചിലയിടത്ത് പോയി ആനയുടെ വലിയ കൊമ്പുകൾ, ആനയുടെ നമ്മൾ എല്ലൊക്കെ വെച്ചുള്ള ഇത് ഇങ്ങനെ ചെയ്തിരിക്കും, സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കും. എല്ലുകൾ, അതുപോലെ തന്നെ അവയുടെ പല്ലുകൾ എന്നിവ എടുത്ത് വെച്ചേക്കും. ഇതൊക്കെയാണ് നമുക്ക് മ്യൂസിയത്തിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. സ്റ്റഫ് ചെയ്ത പക്ഷികള്, ബേർഡ്സുകള്, അതുപോലെ തന്നെ ഈ അനിമൽസിന്റെ ഒക്കെ സ്കെൽറ്റൻസ്, ടീത്ത്. ഇതുകൂടാതെ അനിമൽസിനെ എല്ലാം അല്ലെങ്കിൽ പ്ലാന്റ്സിനെയും ജാറിനകത്ത് സൊല്യൂഷനിലെ കണ്ടെയ്നറിനകത്ത് വെച്ചേക്കുന്നു. ഇതെല്ലാമാണ് നമുക്ക് മ്യൂസിയത്തിൽ കാണാൻ കഴിയുന്നത്. മ്യൂസിയത്തിൽ പോയാൽ ഒരിക്കലും നമുക്ക് എന്ത് കാണാൻ കഴിയില്ല? മ്യൂസിയത്തിനകത്ത് ജീവനുള്ള സ്പെസിമെൻ അതുപോലെ ഹെർബേറിയം പോലെ തന്നെ കാണാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ വാട്ട് ആർ മ്യൂസിയം? Museums are the taxonomic aids. മൂന്നാമത്തെയാണ് മ്യൂസിയംസ് ആർ ദി ടാക്സോണമിക് എയ്ഡ്സ്. ഹാവ് കളക്ഷൻസ് ഓഫ് ഏതായിരിക്കും? കളക്ഷൻസ് ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽ സ്പെസിമെൻസ് ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ്. അല്ലെ, ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്ന കണ്ടെയ്നർ അടങ്ങിയിരിക്കുന്ന റൂമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, സ്പേസിനെ വിളിക്കുന്ന പേരാണ് മ്യൂസിയം.
മ്യൂസിയത്തിൽ നമുക്ക് എന്താ കാണാൻ കഴിയും? നമ്മള് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ജാറുകളിൽ ഇട്ട് വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. പിന്നെ ഇതുകൂടാതെ തന്നെ നമ്മൾ എന്ത് കാണാൻ കഴിയും? സ്കെൽറ്റൽ സിസ്റ്റംസ് കാണാൻ കഴിയും. അതുപോലെ തന്നെ സ്റ്റഫ് ചെയ്ത ബേർഡിനെ കാണാൻ കഴിയും. മൃഗങ്ങളൊക്കെ ഇങ്ങനെ പുലിയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സ്റ്റഫ് ചെയ്ത് വെച്ചേക്കും. അവൻ മരിച്ച തോലൊക്കെ മാത്രം വെച്ച് അതിനകത്ത് പഞ്ഞിയൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ച് ഇതെല്ലാമാണ് നമുക്ക് ഏതിൽ കാണാൻ കഴിയുന്നത്? ഒരു മ്യൂസിയത്തിൽ കാണാൻ കഴിയുന്നത്. മ്യൂസിയം എന്ന് പറയുന്നത് നമ്മൾ ആരും റെഫർ ചെയ്യുക? ബോട്ടണിയിലെ ഹെർബേറിയമായിട്ട് റെഫർ ചെയ്യുക. അവിടെ ഡെഡ് ആയിട്ടുള്ള സ്പെസിമെനാണ്. ഇവിടെയും മ്യൂസിയത്തും ഏതായാലും ഡെഡ് ആയിരിക്കും. എന്നാൽ നമ്മൾ അടുത്ത നമ്മൾ എടുക്കുകയാണ് സുവോളജിക്കൽ പാർക്ക് അഥവാ സൂ. അല്ലെ, നമ്മൾ തിരുവനന്തപുരം മ്യൂസിയത്തിൽ പോയിട്ട് തൊട്ടപ്പുറത്ത് നിന്നാൽ നമുക്ക് എന്ത് കാണാൻ കഴിയും? സുവോളജിക്കൽ പാർക്ക് അഥവാ സൂ. കൊച്ചുകുളൊക്കെ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലമാണ് സൂ. നമ്മൾ പണ്ട് കൊച്ചു ക്ലാസ്സിലൊക്കെ നമ്മൾ സൂവിൽ പോകണമെന്ന് പറയുമ്പോ സൂ എന്താണ് സൂ? സൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ അല്ലെ, സൂ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സൂ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ പ്ലേസസ് വെയർ എന്താ പറയാ? ദീസ് ആർ ദി പ്ലേസസ് വെയർ വൈൽഡ് ആനിമൽസ്, വന്യമൃഗങ്ങൾ, അതാണ് പ്രത്യേകത. വൈൽഡ് ആനിമൽസ് ആർ kept under human care. Kept under human care അല്ലെ? 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 നമ്മൾ വന്യമൃഗങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നമ്മൾ അവയെ മനുഷ്യന്റെ അല്ലെ ഒരു കെയറിനകത്ത് സംരക്ഷണയിൽ സൂക്ഷിച്ചാൽ ആ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് എന്താണെന്ന് അറിയപ്പെടുന്നത്? സുവോളജിക്കൽ പാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മള് പുലി, സിംഹം നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണോ? നമ്മള് വീട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത് കാട്ടിൽ വന്യമൃഗങ്ങളെ നമ്മുടെ മനുഷ്യന്റെ സംരക്ഷണയിൽ നമ്മൾ നിർത്തുന്ന പ്രദേശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സുവോളജിക്കൽ പാർക്ക്. നമുക്ക് അവയുടെ എന്തിനെ കുറിച്ച് പറയാൻ പറ്റും? അവയെ കുറിച്ച് സ്റ്റഡി ചെയ്യാം. അവയുടെ ബിഹേവിയർസ് എങ്ങനെയാണ്, അവയുടെ ഫുഡ് ഹാബിറ്റ് എങ്ങനെയാണ് എന്നിവയൊക്കെ നമുക്ക് ഏതിലൂടെ പറയാൻ പറ്റും? സുവോളജിക്കൽ പാർക്ക്. നമ്മൾ ആരെ കമ്പയർ ചെയ്യുക? ഹെർബേറിയത്തെ മ്യൂസിയമായിട്ട് കമ്പയർ ചെയ്താൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ജീവനുള്ള ചെടികളെ കാണുന്ന പോലെ സുവോളജിക്കൽ പാർക്കിൽ പോയാൽ നമുക്ക് എന്ത് കാണാൻ കഴിയും? ജീവനുള്ള അനിമൽസിനെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. വ്യത്യാസം വാട്ട്സ് ഡിഫറൻസ് ബിറ്റ്വീൻ മ്യൂസിയം ആൻഡ് സുവോളജിക്കൽ പാർക്ക് എന്ന് വെച്ചാൽ മ്യൂസിയം ഓൺലി ഹാവ് ഡെഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽ സ്പെസിമെൻസ് ആണെങ്കിൽ സുവോളജിക്കൽ പാർക്ക് വി ക്യാൻ ഫൗണ്ട് ദി ലിവിംഗ് അനിമൽസ് വിച്ച് ആർ അണ്ടർ ഹ്യൂമൻ കെയറിലാണ്. ഹെൽപ് ടു സ്റ്റഡി അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ പറ്റും. അവയുടെ ബിഹേവിയറിസം, ഫുഡ് ഹാബിറ്റ് എന്നിവയെ കുറിച്ച് നമുക്ക് നേരിട്ട് സ്റ്റഡി ചെയ്യാൻ നമുക്ക് കഴിയാൻ പറ്റും. ഓക്കെ, അപ്പൊ വാട്ട് ആർ ദി മേജർ ടാക്സോണമിക് എയ്ഡ്സ് എന്നൊക്കെയാണ്? 1 ഹെർബേറിയം, 2 ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ലെ. അടുത്ത മൂന്നാമത് നമ്മൾ പഠിച്ചതാണ് മ്യൂസിയം. മ്യൂസിയം എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂസിയം ഹാവ് കളക്ഷൻസ് ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽ സ്പെസിമെൻസ് അല്ലെ ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അല്ലെ നമ്മൾ എന്താണ്? ബോട്ടിൽഡ് ജാർ കണ്ടെയ്നിങ് അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള പ്ലാന്റ് സ്പെസിമെൻസ് ജാറിലേക്ക് ഇട്ട് വയ്ക്കുന്നു. അല്ലെ നമ്മൾ ഫോർമാൻ പോലെ ലൈനിലിട്ട് വയ്ക്കുന്നു. പിന്നെ അവ സ്റ്റഫ് ചെയ്ത ബേർഡ്സും അനിമൽസും കാണാൻ കഴിയുന്നു. അനിമൽസിന്റെ സ്കെൽറ്റൽ സിസ്റ്റം എന്നിവയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നു. ഇതാണ് മ്യൂസിയത്തിൽ കാണുന്നത്. മ്യൂസിയത്തിൽ ജീവനുള്ള സ്പെസിം കാണുന്നില്ല. എന്നാൽ നാലാമത് നമ്മൾ പഠിക്കുന്ന ഏതാണ്? സുവോളജിക്കൽ പാർക്ക്. സുവോളജിക്കൽ പാർക്ക് നമ്മൾ ചുരുക്കി വിളിക്കുന്ന പേരെന്താണ്? സുവോളജിക്കൽ പാർക്ക് തന്നെ വിളിക്കുന്ന പേര് സൂ എന്നറിയപ്പെടുന്നതാണ്. സുവോളജിക്കൽ പാർക്ക് അഥവാ സൂ എന്നറിയപ്പെടുന്നു. സുവോളജിക്കൽ പാർക്ക് അഥവാ സൂ എന്നറിയപ്പെടുന്നു. സുവോളജിക്കൽ പാർക്കിൽ നമ്മൾ എന്ത് കാണാൻ കഴിയും? ജീവനുള്ള വൈൽഡ് അനിമൽസിനെ മനുഷ്യന്റെ സംരക്ഷണയിൽ നമ്മൾ സംരക്ഷിക്കുന്നു. അവയിൽ നമ്മൾ ഫുഡ് ഹാബിറ്റും അതുപോലെ തന്നെ അവരുടെ ബിഹേവിയർസ് എന്നിവയെ കുറിച്ചെല്ലാം നമുക്ക് പഠന വിധേയമാക്കാൻ കഴിയുന്നു. ഓക്കെ, നമ്മൾ ഹെർബേറിയം ബൊട്ടാണിക്കൽ ഗാർഡൻ പോലെ തന്നെ ഹെർബേറിയത്തിൽ ഡെഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ജീവനുള്ളത്. മ്യൂസിയത്തിൽ ഡെഡ് ആയിട്ടുള്ള പ്രിസർവ് ചെയ്ത അനിമൽസ് ഒക്കെ ആണെങ്കിൽ സുവോളജിക്കൽ പാർക്ക് ആകുമ്പോൾ ലിവിംഗ് സ്പെസിമെൻസ് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നു. ഇനി നമുക്ക് അടുത്ത പറയുന്ന കുറിച്ച് അടുത്ത നമ്മൾ പഠിക്കുന്ന ടാക്സോണമിക് ഗൈഡ്സ് ആണ്. അടുത്ത 5ാമത്തെ ടാക്സോണമിക് ഗൈഡിലേക്ക് കടക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ക്ലിയർ ആണോ നോക്കണം. എല്ലാ പേരും മെസ്സേജ് അയക്കണം. ക്ലിയർ ആയോ നോക്കണം. 4 ടാക്സോണമിക് ഗൈഡൊക്കെയാണ്. 4 ടാക്സോണമിക് ഗൈഡ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ടാക്സോണമിയെ സഹായിക്കുന്ന ഹെർബേറിയം, ബൊട്ടാണിക്കൽ ഗാർഡൻ, മ്യൂസിയം, സുവോളജിക്കൽ പാർക്ക്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ നോക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചാപ്റ്റർ തീർക്കണം. 3 സതി. ഞാൻ അടുത്ത നമ്മൾ പഠിക്കുന്നത് ഓക്കെ ക്ലിയർ? ഹെർബേറിയത്തെ കുറിച്ച് പറഞ്ഞതാണ്. ഹെർബേറിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടാക്സോണമിക് എയ്ഡ് ആണ്. നമ്മള് നമ്മള് സസ്യങ്ങളുടെ ഒരു ചെറിയ ഭാഗത്തെ എടുത്ത് നമ്മൾ അവയെ ചെറുതായിട്ട് ഈ പത്രത്താളുകളിലൊക്കെ വെച്ച് ഉണക്കിയെടുത്ത് അവയുടെ വാട്ടർ എല്ലാം ലോസ് എല്ലാം കഴിഞ്ഞ ശേഷം
അവയെ ഒരു ഷീറ്റിനകത്ത് ഒട്ടിക്കുന്നു. ഈ ഷീറ്റിനകത്ത് തന്നെ വിളിക്കുന്ന പേര് ഹെർബേറിയം ഷീറ്റ്. ആ ഹെർബേറിയം ഷീറ്റിൽ ഒട്ടിച്ച ശേഷം അതിന്റെ താഴെ അതിന്റെ ചെടിയുടെ പേര്, ബൊട്ടാണിക്കൽ ഫാമിലി എന്നിവ എഴുതിയ ശേഷം ഈ ഇങ്ങനെയുള്ള അനേക ഷീറ്റുകളെ ഒരു യൂണിവേഴ്സലായിട്ട് അക്സെപ്റ്റ് ചെയ്ത ക്ലാസിഫിക്കേഷൻ എടുത്ത് ഒരു സ്റ്റോർ ഹൗസിലോ ഒരു അലമാരയിലോ അടുക്കി വെച്ചാൽ ആ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് എന്താ അറിയപ്പെടുന്ന ഹെർബേറിയം. അവിടെ ഒരു ജീവനുള്ള ചെടി കാണാൻ കഴിയോ? ഇല്ല. ഓക്കെ, ഇവിടെ ബൊട്ടാണിക്കൽ ആകുമ്പോൾ ജീവനുള്ള ചെടികൾ നട്ടു വളർത്തും. മ്യൂസിയത്തിൽ നമ്മൾ ജാറിലൊക്കെ ഇട്ടു, അവിടെ ഡെഡ് ആയിട്ടുള്ള അനിമലാണ്. സോളെ പാർക്കാകുമ്പോൾ ജീവനുള്ള അനിമൽസ്. ഓക്കെ, ഇതെല്ലാം ടാക്സ് ആണ്. നമ്മൾ അടുത്ത പഠിക്കുന്ന ഇതെല്ലാം നമ്മൾ അടുത്ത 5 എന്ന് പറയുന്നത് കീ. കീ എന്ന് പറഞ്ഞ താക്കോലല്ല അല്ലെ. കീ എന്ന് പറയുന്നത് ഇതൊക്കെ ഓരോരുത്തരെ എഴുതിയ സയന്റിസ്റ്റ് എഴുതിയ ബുക്കുകളാണ് കീ. ഓരോ ടാക്സോണും ഓരോ കീ. നമ്മൾ എത്ര ടാക്സോൺ പഠിച്ചിട്ടുണ്ട്? ജീനസ്, സ്പീഷീസ് എന്നിവയെല്ലാം നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇവയ്ക്കെല്ലാം ഓരോ കീകളുണ്ടായിരിക്കും. നമ്മൾ കീ എന്ന് പറഞ്ഞാൽ ഓരോ സയന്റിസ്റ്റുകൾ എഴുതുന്ന ബുക്കുകൾ. ഇപ്പൊ മാൻജിഫറ നമുക്കറിയാം, മാവിനെ പോലെ ഒരു കീ ഉണ്ടായിരിക്കും. പലതരം മാവിനെ കുറിച്ച് എഴുതുന്ന ഒരു കീ, ഒരു ബുക്ക്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു പൂച്ചയെ കുറിച്ച് അല്ലെ, ഫെലിസിനെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മള് മസ്ക എന്ന് പറഞ്ഞാൽ ഏതാണ്, ഈച്ചയെ കുറിച്ച് എഴുതിയ ഒരു ആ ടാക്സോനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ക്ലാസിനെ കുറിച്ച്, അല്ലെങ്കിൽ സ്പീഷീസിനെ കുറിച്ച്, ജീനസിനെ കുറിച്ചൊക്കെ ഓരോ ടാക്സിനെ കുറിച്ചുള്ള ബുക്കുകൾ നമ്മൾ വിളിക്കുന്ന കീ എന്ന പേര് അറിയപ്പെടും. കീ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പ്രത്യേക താക്കോൽ, ഒരു ഗ്രന്ഥം, ഒരു ബുക്ക്, അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് എഴുതിയ ഒരു ടാക്സിനെ കുറിച്ച് എഴുതിയ ഡിസ്ക്രിപ്ഷൻ എഴുതിയ ഒരു ബുക്കാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. അപ്പൊ കീ എന്ന് പറഞ്ഞാൽ അത് ഏതിനെ ഐഡന്റിഫൈ സഹായിക്കുന്നു? പ്ലാന്റ്സിനെ, ആനിമൽസിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ബുക്കുകളാണ് കീ എന്ന് പറയുന്നത്. കീ ഈസ് കീ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടാക്സോണമിക് എയ്ഡ് യൂസ്ഡ് ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അതായത് ഇറ്റ് ഈസ് എ ടാക്സോണമിക് എയ്ഡ് വിച്ച് ഹെൽപ്പ് ഇൻ ദി ഐഡന്റിഫിക്കേഷൻ, തിരിച്ചറിയുക. ഏതൊക്കെ പ്ലാന്റിനെ ഉപയോഗിക്കാം? അനിമൽസിനെ. ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. സാധാരണ നമ്മൾ പറയുന്ന അതേ സെന്റൻസ് എല്ലാത്തിലും അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്. ഇത് രണ്ടും പ്ലാന്റ്സിനെ ആണെങ്കിൽ ഇത് രണ്ടും അനിമൽസിനെയാണ് നമ്മൾ ഓർത്തോളാം. ഇനി കീ എന്ന് പറയുന്നത്, കീ എപ്പോഴും എഴുതുന്നത് ബേസ്ഡ് ഓൺ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസിനെ അടിസ്ഥാനമാക്കിയാണ് എഴുതുന്നത്. കീ എപ്പോഴും ആ ബുക്ക് എഴുതിക്കുന്ന അതിന്റെ അടിസ്ഥാനത്തിനാണ് സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് അല്ലെ. വ്യത്യാസങ്ങളുടെയും സദൃശ്യങ്ങളുടെയും വ്യത്യാസങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ ബുക്ക് അഥവാ ഈ കീ ശാസ്ത്രജ്ഞന്മാർ ഓരോ ടാക്സോണിനെ കുറിച്ചും എഴുതുന്നത്. നമ്മൾ നോക്കിയാൽ ഒരു കീയിലുള്ള കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്ലറ്റ്. ജനറലി എ പെയർ ഓഫ് കറലേഷൻ. നമ്മൾ നോക്കിയാൽ ഇതിനകത്ത് ഓരോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ഈ ബുക്കിനകത്ത് സ്റ്റേറ്റ്മെന്റ്, ഓരോ ജീവിതത്തിൽ സ്റ്റേറ്റ്മെന്റ് ഇൻ എ കീ. നമ്മൾ അതിനൊരു പ്രത്യേക പേര് അറിയപ്പെടുന്നു. ഈ കാർഡ് ലീഡ്, അതിനൊരു പേര് അറിയപ്പെടുന്നത് അറിയപ്പെടുന്നു ലീഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏതുപോലെ അറിയപ്പെടുന്നു? ലീഡ്. അതുപോലെ തന്നെ ജനറലി കോൺട്രാസ്റ്റിംഗ്, സിമിലാരിറ്റി ഡിസിമിലാരിറ്റി അല്ലെ, പൊക്ക കൂടുതൽ പൊക്ക കുറവ്, കറുപ്പ് വെളുപ്പ്, ഇങ്ങനെയല്ലേ അറിയണം. ഇങ്ങനെ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ, വിപരീത ഗുണങ്ങൾ, കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഇൻ എ കീ ഈസ് കാൾഡ് കപ്ലറ്റ്. ഇതെല്ലാം അറിയപ്പെടുന്നു കപ്ലറ്റ്. ഈ ടേം പോയിട്ട് കപ്ലറ്റ് എന്താണ്? ലീഡ്. അപ്പൊ കീ എന്ന് പറഞ്ഞാൽ എന്താ ഒരിക്കലും പറയണം. കീ എന്ന് പറയുന്നത് ഈസ് എ ടാക്സോണമിക് എയ്ഡ്. ഇറ്റ് ഈസ് എ റിട്ടൺ ടെക്സ്റ്റ് ഓർ അല്ലെ, ഇതൊരു ബുക്കാണ്. സയന്റിസ്റ്റ് എഴുതുന്ന ഒരു ബുക്കാണ് എന്ന് പറയുന്നത് കീ. ഓരോ ടാക്സോണെ കുറിച്ച് നമ്മൾ ബയോഡേറ്റ ഓരോ ടാക്സോൺ അല്ലെങ്കിൽ റാങ്കുകളെ കുറിച്ചും കീകൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ ശാസ്ത്രജ്ഞന്മാർ എഴുതിയിട്ടുണ്ട്. കീ എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഹെൽപ്പ് ഇൻ ദ ഐഡന്റിഫിക്കേഷൻ, തിരിച്ചറിയുന്നതിന് വേണ്ടി പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഇത് ഏതിന്റെ അടിസ്ഥാനമാക്കിയാണ് കീ എഴുതുന്നത്? സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റി. സിമിലാരിറ്റീസ് മീൻസ് എന്തായിരിക്കും? സിമിലാരിറ്റി മീൻസ് സാദൃശ്യം. ഡിസിമിലാരിറ്റി മീൻസ് വ്യത്യാസം. സാദൃശ്യങ്ങളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനമാക്കിയായിരിക്കും കീ എഴുതുന്നത്. കീയിലുള്ള ഓരോ സ്റ്റേറ്റ്മെന്റിനെയും നമ്മൾ എന്തുപോലെ അറിയപ്പെടുന്നു? ലീഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓരോ നമ്മൾ നോക്കിയാൽ ഇതിനകത്ത് വിപരീത സിമിലാരിറ്റി രണ്ട് ഗുണങ്ങളാണല്ലോ ക്യാരക്ടർ. ആ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ, രണ്ടാ വിപരീത ഗുണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് കപ്ലറ്റ്. എന്തെല്ലാം അറിയപ്പെടുന്നു? കപ്ലറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ് അറിയപ്പെടുന്നത്? കപ്ലറ്റ്. അപ്പോൾ വാട്ട് ഈസ് മെന്റ് ബൈ കീ? What is meant by key എന്ന് പറയുന്ന key is a taxonomic aid which help in the identification of plants and animals. It is based on similarities and dissimilarities. A pair of contrasting character in a key is called couplet. Each statement in a key is called lead. ഓരോ ജീവിയെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് എഴുതി, ആ സ്റ്റേറ്റ്മെന്റ് അറിയപ്പെടുന്നു ലീഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു.
ഓക്കെ. അപ്പൊ എന്താണ് കീ എന്ന് വെച്ചാൽ കീ ഈസ് എ ടാക്സോണമി. നമ്മൾ ഏതൊക്കെ ടാക്സോണമിയുടെ പഠിച്ചു? ഹെർബേറിയം പഠിച്ചു, ബൊട്ടാണിക്കൽ ഗാർഡൻ പഠിച്ചു, മ്യൂസിയം പഠിച്ചു, സുവോളജിക്കൽ പാർക്ക് പറഞ്ഞു. കീ എന്ന് പറഞ്ഞ ഒറ്റവാക്യം പറഞ്ഞത് ശാസ്ത്രജ്ഞന്മാർ അഥവാ സയന്റിസ്റ്റുകൾ എഴുതുന്ന ഗ്രന്ഥങ്ങൾ, ഓരോ ടാക്സോണെ കുറിച്ചും എഴുതുന്ന അവയെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ ബുക്കുകളെ വിളിക്കുന്ന പേരാണ് കീ. കീ എന്നാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനെ കുറിച്ച് തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ബുക്കുകളാണ്. ഇവയെ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസിന്റെ അടിസ്ഥാനമാക്കിയാണ് കീ എഴുതുന്നത്. അതിനകത്തുള്ള ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വിളിക്കുന്ന പേരാണ് കപ്ലറ്റ് എന്നും, ഓരോ സ്റ്റേറ്റ്മെന്റിന്റെ കീഴിൽ ഓരോ ചെടികളെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് അതിന് ലീഡ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഓക്കെ, വായിച്ചു നോക്കണം കീ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഓക്കെ, കീ വായിക്കണം, കീ മനസ്സിലാക്കണം എല്ലാവരും. വാട്ട് ആർ ദി ടാക്സോണമി കേഴ്സ് പഠിച്ചേക്കണം. ഹെർബേറിയം പഠിച്ചു, അടുത്ത ബൊട്ടാണിക്കൽ ഗാർഡൻ പഠിച്ചു, 3 മ്യൂസിയം പഠിച്ചു, 4 സുവോളജിക്കൽ പാർക്ക്, 5 കീ. അടുത്ത നമ്മൾ പഠിച്ച കീ ആണ് പഠിച്ചത്. അടുത്ത 6ാമത്തെ ഇത് 5 പ്രധാനപ്പെട്ടതാണ്. 5 ഡൗട്ട് ഉണ്ടോ നോക്കണം. കോൺട്രാസ്റ്റിംഗ് മീൻസ് വിപരീത ഗുണമെന്നാണ്. കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. ഇപ്പൊ ഉദാഹരണം കോൺട്രാസ്റ്റിംഗ് ടാള് ഡാർക്ക്, പൊക്കത്തിന് 2 വിപരീത ഗുണം അല്ലെ, കളറിന്റെ 2 വൈറ്റ് ബ്ലാക്ക്, ഇങ്ങനെ അതാണ് കോൺട്രാസ്റ്റിംഗ്. 2 വിപരീത ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മളെ ഒരു ചെടിയെ കുറിച്ചോ ജന്തുവിനെ കുറിച്ചോ കീയിൽ പ്രതിപാദിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേര് കപ്പലേറ്റ് എന്ന് പറയും. കീയിലുള്ള ഒരു പദമാണ് കപ്പലേറ്റ്. വേറൊരു പദമാണ് ലീഡ്. എന്താണ് ലീഡ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റിന്റെ കീ. ഓക്കെ, ഡൗട്ടിലെല്ലാം നോക്കണം. അപ്പൊ 5 പ്രധാനപ്പെട്ട ടാക്സോണമി കേഴ്സ് നോക്കണം. നമ്മൾ അടുത്തേക്ക് കടക്കുകയാണ്. നോക്കണം. ഓക്കെ, നോക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണം. ക്വിക്ക് ആവട്ടെ, എഴുതിയെടുത്തോ? അതിന് കോൺട്രാസ്റ്റിംഗ് അല്ലേ, അതുപോലെ തന്നെ ഇറ്റ് ഈസ് അനലിറ്റിക്കൽ ഇൻ നേച്ചറുമാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിക്കണം അടുത്ത നമ്മൾ പ്രധാന അൺഇമ്പോർട്ടന്റ് പറയുന്ന മെൻഷൻ ചെയ്യുന്നുണ്ടാക്കേണ്ടതാണ് 6 ഫ്ലോറ, 7 മാനുവൽസ്, 8 മോണോഗ്രാഫ്, 9 കാറ്റലോഗ്. അപ്പൊ ഇതും കൂടെ ആവുമ്പോൾ നമ്മളത് തീരും. കാറ്റലോഗ് അല്ലെ, കാറ്റലോഗ്സ്. അപ്പൊ കാറ്റലോഗ്സ് അല്ലെ. ഇതിൽ ആദ്യം നമ്മൾ അടുത്ത പഠിക്കുന്ന ഫ്ലോറ. എന്താണ് ഫ്ലോറ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫ്ലോറ മീൻസ് സസ്യങ്ങളുടെ കൂട്ട സമൂഹത്തെ ഫ്ലോറ, ജന്തു സമൂഹത്തെ നമ്മൾ ഫോണ എന്ന് പറയും. അതല്ല ഇവിടെ. ഫ്ലോറ എന്ന് പറയുന്നത് ടാക്സോണമി ഗൈഡാണ്. ഇതുപോലെ നമ്മൾ കീ പോലെ ശാസ്ത്രജ്ഞന്മാർ എഴുതുന്ന ഒരു ഗ്രന്ഥം, ഒരു ടെക്സ്റ്റ്, ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു വർഗീകരണ സാഹിത്യ വർഗീകരണത്തിന് അഥവാ ടാക്സോണമിയെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥം, ഒരു ബുക്കാണ് നിങ്ങളുടെ ഫ്ലോറ എന്ന് പറയുന്നത്. ഈ ഫ്ലോറയില് നമ്മൾ ഫ്ലോറ എന്ന് പറയുമ്പോൾ ചെടികളാണെന്ന് മനസ്സിലായല്ലോ. ഒരു പ്രദേശത്തുള്ള ചെടികളെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഉള്ള ബുക്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലോറ. ഉദാഹരണം തിരുവനന്തപുരം പ്രദേശത്തുള്ള എല്ലാ ചെടികളുടെ ജീനസ് നെയിമും സ്പീഷ്യസ് നെയിമും ഡിസ്ക്രിപ്ഷനും ഫാമിലി എല്ലാം എഴുതിയ ഒരു ബുക്ക് കൊണ്ട് നോക്കുക. എങ്കിൽ ആ ബുക്കിനെ നമ്മൾ എന്തുപോലെ അറിയാൻ പറ്റും? ഫ്ലോറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതറിയപ്പെടുന്നു ഫ്ലോറ അല്ലെ. അതുപോലെ നമ്മളിപ്പോ നിങ്ങളെ സ്കൂളിനകത്തുള്ള എല്ലാ ചെടികളെ കുറിച്ചും ഡിസ്ക്രിപ്ഷൻ എഴുതിയ ബുക്കുകൾ നമ്മൾ എന്താ പറയുക, നിങ്ങളുടെ സ്കൂൾ ക്യാമ്പസിനകത്തുള്ള എല്ലാ മരങ്ങളെ കുറിച്ചും അതിനകത്ത് പുല്ല് ചെടികൾ എല്ലാ സസ്യങ്ങളെ കുറിച്ചും ഒരു പേര് ജീനസ് എഴുതിയ ബുക്കാണെങ്കിൽ നമ്മൾ എന്താ പറയുക ഫ്ലോറ. ചെടികളെയും ആ സാധനം തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ബുക്കുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലോറ എന്ന പേര് അറിയപ്പെടുന്നത്. ഫ്ലോറ കണ്ടെയ്ൻ ആക്ച്വൽ അക്കൗണ്ട് ഓഫ് ഹാബിറ്റേറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഓഫ് എ ഗിവൺ ഏരിയ. അതെന്താണ് ഇറ്റ് ഈസ് ദ ആക്ച്വൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഫ്ലോറ അല്ലെ. ഫ്ലോറ അല്ലെ, ഫ്ലോറ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്ലോറ contains actual account of habitat. Habitat means ആവാസം അല്ലെ, കാണപ്പെടുന്ന പ്രദേശം. habitat and distribution ഇവിടെല്ലാം ഉണ്ട്. distribution of plants in a given area. ഒരു പ്രത്യേക ഏരിയയിലുള്ള ഒരു പ്രത്യേക ഏരിയയിലുള്ള
സസ്യങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ, കാണപ്പെടുന്ന പ്രദേശത്തെ കുറിച്ചുള്ള മൊത്തം അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്നറിയപ്പെടുന്ന ഫ്ലോറ എന്ന പേര് അറിയപ്പെടുന്നു. ഫ്ലോറ ഈസ്, ഇതൊരു ബുക്കാണെന്ന് ഞാൻ പറഞ്ഞു, ശാസ്ത്രജ്ഞന്മാർ എഴുതിയ അല്ലെങ്കിൽ ബൊട്ടാണിസ്റ്റുകൾ എഴുതിയ ഒരു ബുക്കാണ്. ഇതിനകത്ത് എന്താണ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു കണ്ടെയ്ൻ ആക്ച്വൽ അക്കൗണ്ട്, യഥാർത്ഥ അക്കൗണ്ട് ഓഫ് ഹാബിറ്റേറ്റ് മീൻസ് ആണ് അത് കാണപ്പെടുന്ന പ്രദേശം, അത് ഡിസ്ട്രിബ്യൂഷൻ, അവ എങ്ങനെ കാണപ്പെടുന്നു, പ്ലാന്റ്സ് ഇൻ എ ഗിവൺ ഏരിയ ഈസ് കാർഡ് അല്ലെ. നമുക്ക് ഫേമസ്, നമുക്ക് ബുക്കിലില്ല, ഒരു ഫ്ലോറയുടെ ഉദാഹരണം ജസ്റ്റ് പറയാം. ഗാംബിൾസ് ഫ്ലോറ. ഗാംബിൾ എന്നുള്ള ആള് ഒരു ബ്രിട്ടീഷുകാരൻ ഇവിടെ വന്ന് ഇന്ത്യയിലെ ട്രാവൻകൂർ ഏരിയയിലുള്ള ചെടികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഗാംബിൾസ് ഫ്ലോറ. അതിന് വിളിക്കുന്ന പേര് ഫ്ലോറ ഓഫ് പ്രസിഡൻസി ഓഫ് മദ്രാസ്. പണ്ട് എഴുതിയ പ്രസിഡൻസി ഓഫ് മദ്രാസ്. ഇപ്പോഴും ബോട്ടണി ഇന്ത്യക്കാർ ഇപ്പോഴും നമ്മളെ തിരുവനന്തപുരത്തുള്ള കോളേജിൽ ബോട്ടണി പഠിക്കുന്ന എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും ഫോളോ ചെയ്യുന്ന ചെടികളെ തിരിച്ചറിയാൻ വേണ്ട പ്രസിഡന്റ് മദ്രാസ് വോളിയം 1, 2 and 3 അങ്ങനെ 3 വോളിയം എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴും അവരെ ഇപ്പോഴും ഇന്ത്യക്കാരും എഴുതിയിട്ടില്ല, ഓർത്തോണം അല്ലെ. ഇപ്പൊ നമ്മളെ കേരളത്തിലായിരുന്നാലും കേരളത്തിലെ എല്ലാ ബൊട്ടാണിക്കലായിട്ടുള്ള ബോട്ടണി പഠിക്കുന്ന വിദ്യാർത്ഥികളും ഇപ്പോഴും ചെടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫ്ലോറ എന്ന് ചോദിച്ചാൽ പറയുന്നത് ഗാംബിൾസ് ഫ്ലോറ. അതിന്റെ പേരെന്താണ്? ഫ്ലോറ ഓഫ് പ്രസിഡൻസി ഓഫ് മദ്രാസ്. എത്ര വോളിയം ഉണ്ട്? 3 വോളിയം. ഇതിനകത്ത് എന്താണ് ഉള്ളതെന്ന് ചോദിച്ചാൽ കണ്ടെയ്ൻ ആക്ച്വൽ അക്കൗണ്ട് ഓഫ് ഹാബിറ്റേറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഓഫ് എ ഗിവൺ ഏരിയ. ഓക്കെ, ഫ്ലോറയെ കുറിച്ച് പറയുന്നത് ഫ്ലോറ ഈസ് എ ടാക്സോണമിക് എയ്ഡ് വിച്ച് കണ്ടെയ്ൻ ആക്ച്വൽ അക്കൗണ്ട് ഓഫ് ഹാബിറ്റേറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഓഫ് ഗിവൺ ഏരിയ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ ടെക്സ്റ്റിലില്ല, ഗാംബിൾസ് ഫ്ലോറ ഓഫ് പ്രസിഡൻസി ഓഫ് മദ്രാസ്. ഓക്കെ, എനി ഡൗട്ട്? നോക്കിയോളൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന അടുത്ത 7ാമത്തെയാണ് മാനുവൽസ്. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, ഫ്ലോറ എന്ന് പറഞ്ഞാൽ ചെടികളെ കുറിച്ചുള്ള ബുക്കുകൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി, അതാണ് 6 ഫ്ലോറ. അടുത്ത 7 എന്ന് പറയുന്നത് വായിക്കാമല്ലോ അല്ലെ. അടുത്ത നമ്മൾ മാനുവൽ എന്നാൽ എന്തല്ലേ? മാനുവൽസ് യൂസ്ഡ് ഫോർ പ്രൊവൈഡിംഗ് ഇൻഫർമേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് അല്ലെ. ഇതെല്ലാം ഓരോ ബുക്കുകളാണ്. കീ ഒരു ബുക്കാണ്, ഫ്ലോറ ബുക്കാണ്, ടെക്സ്റ്റ് ആണ്, സയൻസ് ബുക്കാണ്. മാനുവൽ ഒരു ടെക്സ്റ്റ് ആണ്. യൂസ്ഫുൾ ഇൻ പ്രൊവൈഡിംഗ് information for identification of names of species as found in an area. ഒരു ഏരിയയിലുള്ള സ്പീഷീസുകളുടെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രന്ഥങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് മാനുവൽസ് അല്ലെ. മാനുവൽസ് ആർ ദി ടാക്സോണമിക് എയ്ഡ്. സയന്റിസ്റ്റ് എഴുതിയ ഗ്രന്ഥങ്ങളാണ് അല്ലെ, ടാക്സോണമിക് എയ്ഡുകളാണ്. ഈ ടാക്സോണമിക് എയ്ഡ് യൂസ്ഫുൾ ഫോർ പ്രൊവൈഡിംഗ് ഇൻഫർമേഷൻ ഫോർ ദി ഐഡന്റിഫിക്കേഷൻ ഓഫ് നെയിംസ് ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഇൻ ഏരിയ. ഒരു സ്പീഷീസിന്റെ പേര് കണ്ട ഒരു ഏരിയയിലുള്ള ഒരു പ്രദേശത്തുള്ള സ്പീഷീസിന്റെ പേര് കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന ഗ്രന്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് മാനുവൽസ്. എന്താണ് മാനുവൽസ്? മാനുവൽസ് ആർ ദ ടാക്സോണമിക് കീ useful in providing information for identification of names of species found in an area. ഒരു പ്രദേശത്തുള്ള സ്പീഷീസുകളുടെ പേരുകൾ കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന ടാക്സോണമിക് എയ്ഡായ ഗ്രന്ഥങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാനുവൽസ്. എഴുതിയെടുക്കുക, മാനുവൽസ്. ഇതൊരു ടാക്സോണമിക് എയ്ഡാണ്. ഇതാണ് ഇമ്പോർട്ടന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത വേറൊന്നാണ് നമുക്ക് പഠിക്കാനുള്ളതാണ് മോണോഗ്രാഫ്. മോണോഗ്രാഫ് കണ്ട് ഇൻഫർമേഷൻ ഓഫ് എനി വൺ ടാക്സ്. ഇത് ബുക്കാണ്. contain information about മോണോ തന്നെ വാക്യം about എന്തായിരിക്കും? about any one taxon. ഏതെങ്കിലും ഒരു ടാക്സോണെ കുറിച്ചുള്ള വിവരണങ്ങൾ അടങ്ങിയ പുസ്തകങ്ങളെ വിളിക്കുന്ന പേരാണ് മോണോഗ്രാഫ്. വാട്ട് ഈസ് മോണോഗ്രാഫ്? Monograph are the taxonomic aid contain information about any one taxon. Monograph is a taxonomic aid which contain information about any one taxon. ഒരു ടാക്സോണെ കുറിച്ച് മാത്രമുള്ള ഇൻഫർമേഷനെ കുറിച്ചുള്ള വിളിക്കുന്ന പേരാണ് മോണോഗ്രാഫ്.
കാറ്റലോഗ്സ് ഈസ് ആൾസോ എ ടാക്സോണമിക് എയ്ഡ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഡിസ്ക്രിപ്ഷൻ ഒന്നും ബുക്കിൽ പറയുന്നില്ല. കാറ്റലോഗും ഇതുപോലെ ഒരു ടാക്സോണമിക് എയ്ഡ് ആണ്, ബന്ധമാണ്. അപ്പൊ നമ്മൾ ടാക്സോണമിക് എയ്ഡ്സിനെ കുറിച്ചാണ് ഇന്ന് പഠിച്ചത്. സമപ്യാറായി ടൈം അല്ലെ. അപ്പൊ ടാക്സോണമിക് എയ്ഡ്സിനെ കുറിച്ചാണ് ഇന്ന് ഈ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. ഈ ചാപ്റ്റർ തീർന്നു. അടുത്ത ക്ലാസ്സിൽ ഞാൻ മൊത്തം ഒരു ഡിസ്ക്രിപ്ഷൻ പറഞ്ഞ ശേഷം നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ ആയിരിക്കും. നോട്ട് അടുത്ത ആഴ്ച മിക്കവാറും തിങ്കളാഴ്ച ചൊവ്വാഴ്ച നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യും. ഇപ്പൊ മിക്കവാറും അറിയിപ്പ് വരും. അറിയിപ്പ് വരുമ്പോൾ ഓഫീസിൽ വന്ന് കൈപ്പറ്റണം. അഡ്മിഷൻ നേടാത്തൊരു നിർബന്ധമായി അഡ്മിഷൻ നേടി കൈപ്പറ്റണം. നിങ്ങളുടെ ഓൺലൈനിന്റെ അല്ലെ ആ ഡേറ്റ് 20-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്, അത് ഓർത്തോളുക. വീണ്ടും അപ്ലൈ ചെയ്യാത്ത ആരെങ്ങളുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അല്ലെ, ടാക്സോണമിക് എയ്ഡ്സ് എന്നാൽ എന്ത്? അല്ലെ, ടാക്സോണമിക് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സോണമിക് എയ്ഡ്സ് ആർ ദി devices, taxonomic aids are the devices which help in the identification of plants and animals. ജന്തുക്കളെയും സസ്യങ്ങളെയും തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപാധികളെ വിളിക്കുന്ന ടാക്സോണമിക് എയ്ഡ്. അത് ടാക്സോണമി അഥവാ വർഗീകരണത്തെ സഹായിക്കുന്ന സഹായിയാണ്. പ്രധാനമായി 9 ടാക്സോണമിക് എയ്ഡ് ആണ് ഉള്ളത്. ഹെർബേറിയം, ബൊട്ടാണിക്കൽ ഗാർഡൻ, മ്യൂസിയം, സോളജിക്കൽ പാർക്ക്, കീ, ഫ്ലോറ, മാനുവൽസ്, മോണോഗ്രാഫ് ആൻഡ് കാറ്റലോഗ്. ഹെർബേറിയം എന്ന് പറഞ്ഞാൽ അറിയാം, സസ്യങ്ങളെല്ലാം ഉണക്കി ഒട്ടിച്ചിരിക്കുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ഹെർബേറിയം. ബൊട്ടാണിക്കൽ ജീവനുള്ള സസ്യങ്ങൾ നട്ടി വളർത്തുന്ന സ്ഥലം. മ്യൂസിയം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ജന്തുക്കളെ സസ്യങ്ങളെ കണ്ടെയ്നറിൽ പല്ല് എല്ലൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് മ്യൂസിയം. സോളജിക്കൽ പാർക്ക് എന്ന് പറഞ്ഞാൽ വൈൽഡ് അനിമൽസിനെ സൂക്ഷിക്കുന്ന സ്ഥലം. കീ എന്ന് പറഞ്ഞ ഗ്രന്ഥങ്ങളാണ്. ആ ഗ്രന്ഥങ്ങൾ ചെടികളെയും സസ്യങ്ങളെയും ജന്തുക്കളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു. അതിനകത്ത് 2 വിപരീത ഗുണങ്ങൾ കോൺട്രാസ്റ്റ് ക്യാരക്ടർ അടിസ്ഥാനമാക്കി എഴുതുന്നു. ഒരു പേർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ വിളിക്കുന്നവർ കപ്പലേറ്റ് എന്നും സ്റ്റേറ്റ്മെന്റിൽ ലീഡ് എന്ന് അറിയപ്പെടുന്നു. ഫ്ലോറ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഏരിയയിലുള്ള ചെടികളെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ഫ്ലോറ. മാനുവൽ എന്ന് പറയുന്ന ഇൻഫർമേഷൻ ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് നെയിം ഓഫ് സ്പീഷീസ്. സ്പീഷീസിനെ നെയിംസിൽ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാക്സോണമിക് എയ്ഡ് ആണ് മാനുവൽ. ഒരു ടാക്സിനെ കുറിച്ചുള്ള ബുക്കുകളാണ് മോണോഗ്രാഫ്. വേറെ ടാക്സോണമിക് എയ്ഡ് ആണ് കാറ്റലോഗ്സ്. അപ്പൊ ദീസ് ആർ ദി 9 ടാക്സോണമിക് എയ്ഡ്സ് വിച്ച് ഹെൽപ്പ് ഇൻ ദി പ്രോസസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഇതാണ് പ്രധാനമായും നിങ്ങൾക്കുള്ളത്. ഓക്കെ, ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തിരക്കുന്ന ഈ ചാപ്റ്റർ ഏതാണ്? ദ ലിവിംഗ് വേൾഡ് എന്നുള്ള ചാപ്റ്റർ തീർന്നിരിക്കുകയാണെന്നുള്ള കാര്യം സൂചിപ്പിക്കട്ടെ. അല്ലെ, നമ്മൾ 3-4 ക്ലാസ് കൊണ്ട് തീർന്നു. അടുത്ത ക്ലാസ് ഈ ചാപ്റ്റർ ഒരിക്കലും മൊത്തം ഞാൻ ഒരു റിവിഷൻ നടത്തും. ആ റിവിഷൻ ക്ലാസ്സിന് ശേഷം ടെസ്റ്റ് പേപ്പർ ആയിരിക്കും. ഓക്കെ, പോരെ. അടുത്ത ക്ലാസ് നമുക്ക് പോയിട്ട് തുടങ്ങുകയും ചെയ്യാം. ഓക്കെ, ഡൗട്ട്